ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിലുള്ള ബ്രസീലിന്റെ ക്യാമ്പ് ഇപ്പോൾ കൂടുതൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ട്രെയിനിങ് സെഷൻ ഇപ്പോഴാണ് നടക്കുന്നത്. നമുക്കറിയാം, വരുന്ന ജൂൺ 6-ാം തീയതി പുലർച്ചെ ഇന്ത്യൻ സമയം 4:30 ബ്രസീൽ മറ്റൊരു വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം കളിക്കുന്നത്. ഇക്വഡോറാണ് ബ്രസീലിന്റെ എതിരാളികൾ. ആ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ബ്രസീൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. നേരത്തെ 15 താരങ്ങൾ ബ്രസീലിന്റെ ക്യാമ്പിൽ എത്തിയിരുന്നു. അതിന്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ കൂടുതൽ താരങ്ങൾ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഡാനിലോ, വെസ്ലി, അതുപോലെ തന്നെ അലക്സാൻഡ്രോ, ലിയോ ഓർട്ടിസ്, ഗേഴ്സൺ തുടങ്ങിയ താരങ്ങൾ ഇപ്പോൾ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകെ 23 താരങ്ങൾ ഇപ്പോൾ ബ്രസീലിന്റെ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഇനിയിപ്പോൾ 3 താരങ്ങൾ കൂടിയാണ് വരാനുള്ളത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ പങ്കെടുത്ത മാർക്കിഞ്ഞോസ്, ബെറാൾഡോ, അതുപോലെ തന്നെ കാർലോസ് അഗുസ്റ്റോ എന്നിവരാണ് എത്താനുള്ളത്. ഈ 3 പേർക്കും ആദ്യത്തെ ട്രെയിനിങ് സെഷൻ അഥവാ ഇന്നത്തെ ട്രെയിനിങ് സെഷൻ നഷ്ടമാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള 23 പേരും ഇന്നത്തെ ട്രെയിനിങ് സെഷനിൽ ഉണ്ടാകും. കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിലുള്ള ആദ്യത്തെ ട്രെയിനിങ് സെഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ആഞ്ചലോട്ടി ഏത് രൂപത്തിലായിരിക്കും ഈ താരങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന കാര്യം. സൂപ്പർ താരം നെയ്മർ ജൂനിയർക്ക് ഇത്തവണത്തെ സ്ക്വാഡിൽ ഇടമില്ല. പരിക്കിൽ നിന്നും അദ്ദേഹം ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്ലേയിങ് ടൈമൊക്കെ ലഭിച്ച് മികച്ച രൂപത്തിലേക്ക് മാറാൻ വേണ്ടിയാണ് നെയ്മർക്ക് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി വിശ്രമം നൽകിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.